ഹലോ, വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത കുറച്ച് വീഡിയോസും കൂടി ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നത്തെ ഗൾഫ് മാധ്യമത്തിൽ എന്നെ പറ്റിയിട്ടൊരു ഫീച്ചറുണ്ട്. അപ്പോൾ അത് ഇന്ന് പറഞ്ഞതില്ല, അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം. എന്നോട് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് പബ്ലിഷ് ആവുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇക്കാനെ പറഞ്ഞു വിട്ടതാണ് പത്രം വാങ്ങിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടാനുള്ള മെയിൻ കാരണം നമ്മുടെ വ്യൂവേഴ്സ് തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമാണ്. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരാൾ അവനവൻ്റെ ഫോട്ടോ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണാപ്പാടം പഠിക്കണം. കാര്യങ്ങൾ മാറിയത് കല്യാണത്തോടെ. തയ്യാറാക്കുന്ന ഓരോ ഭക്ഷണവും രുചിച്ച് നോക്കി ഭർത്താവ് കൃത്യമായി അഭിപ്രായം പറയും. അത് വിട്ടില്ല, ഫുള്ള് കുറ്റങ്ങളെ പറയാനുണ്ടാവുള്ളൂ. അപ്പം ഏതൊരു സന്തോഷം പങ്കുവെക്കുമ്പോഴും നമ്മൾ മധുരം കഴിച്ചിട്ട് വേണമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആവാം. ഇന്നത്തെ സ്വീറ്റ് റെസിപ്പി ഒരു അറബിക് സ്വീറ്റാണ്. ലുക്കൈമത്ത് എന്നാണ് പേര്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അതുപോലെ ഇതൊരു ട്രഡീഷണൽ അറബിക് സ്വീറ്റാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അപാര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അത് കാണുമ്പോൾ ഗുലാബ് ജാമുനൊക്കെ പോലെ തോന്നുമെങ്കിലും ആ ഒരു ടേസ്റ്റ് അല്ല. അടിപൊളി ടേസ്റ്റാണ്. പുറമേ കുറച്ച് ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ലുക്കൈമത്ത് ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ ആവശ്യമില്ലെന്ന് നോക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മാവ്, ഈ ലുക്കൈമത്തിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് ഈസ്റ്റൊക്കെ ചേർത്തിട്ടാട്ടോ, ഒന്ന് പുളിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം പഞ്ചസാര ഒരു 1/4 കപ്പും കോൺഫ്ലോറാണ് ഇപ്പോൾ നമ്മൾ ചേർത്തത്. അതൊരു 1/2 കപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ അളവിൽ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള പാല്, ചെറിയ ചൂട് മതി കേട്ടോ, വല്ലാണ്ട് ചൂടാക്കണ്ട. പാല് 400 ml ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറേ എടുക്കരുത്. അതുപോലെ കറക്റ്റ് 400 ml തന്നെ എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 കപ്പ് തൈരാണ്. തൈര് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് പുളിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് വേണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ. അപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ തന്നെ എടുക്കുക, കൂടുതൽ എടുക്കണ്ട, കുറവ് എടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെഷർമെൻറ്റ്സിൽ എന്തെങ്കിലും ചേരുവകൾ മിസ്സിങ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ടാവും. ടേസ്റ്റിലും മാറ്റം ഉണ്ടാവും, അതുപോലെ അതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പാലിൻ്റെ മിക്സ്ചറിൽ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ ഇത് വനില പൗഡറാണ്. അപ്പോൾ ഇത് ഒട്ടും നിർബന്ധമില്ല, ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. വനില പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ വനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കാരണം വനില പൗഡറും എസൻസും ഭയങ്കര ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് 2.5 കപ്പ് തന്നെ എടുക്കുക. ഒരു കപ്പ് 250 ml ഒരു കപ്പാട്ടോ. അപ്പോൾ അങ്ങനെ 2.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മൈദപ്പൊടി എടുത്തപ്പോൾ ഇവിടെ കറക്റ്റ് 2.25 കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1/4 കപ്പിന് കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് പുറത്ത് പോയിട്ട് വാങ്ങിച്ച് കൊണ്ടുവരാനുള്ള സമയമില്ല. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാനത് നോക്കിയത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പിന് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററിന് ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുക്കുമ്പം 2.5 കപ്പ് കറക്റ്റായിട്ട് തന്നെ മൈദപ്പൊടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടെക്സ്ചർ വല്ലാണ്ട് മാറൊന്നുമില്ല, എന്നാലും ഇനിയിപ്പോൾ 2.25 കപ്പ് കൊണ്ടും കുഴപ്പമില്ല എന്നാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ തന്നെയാണ്. വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് തിക്കാവാനും പാടില്ല. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഈസ്റ്റും അതുപോലെ മൈദപ്പൊടിയും എല്ലാം നന്നായിട്ട് കമ്പൈനായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് മസ്റ്റാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും, ഒന്ന് ചെറുതായിട്ടൊക്കെ പുളിക്കും. അപ്പോൾ 1 മണിക്കൂർ ഇത് പുറത്ത് തന്നെ വെക്കാം കേട്ടോ, ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെ ഇങ്ങനെ ക്ലിംഗ് റാപ്പായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ദാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദാ ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇത് 15 മിനിറ്റ് കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും 15 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്ന് ഇതുപോലെ തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് വെക്കണം. എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ മാവ് അവിടെ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് 2 കപ്പ് പഞ്ചസാര വെച്ചിട്ടാണ്. 2 കപ്പ് പഞ്ചസാര നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ ഗുലാബ് ജാമുനിലേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം സിറപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് 1 നൂൽ പരുവോ അല്ലെങ്കിൽ 2 നൂൽ പരുവോ ഒന്നും ആവണ്ട. ഒന്ന് ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവായി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അത്ര മതി, ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പഞ്ചസാരയും അതുപോലെ വെള്ളവും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒന്നുകൂടെ ഒന്ന് അലിഞ്ഞ് പോകാനുണ്ട്. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ നാരങ്ങനീര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരിയാണ് ചേർത്തത് കേട്ടോ, ഒരു ടേബിൾ സ്പൂണ്. പിന്നെ നിങ്ങൾക്ക് റോസ് വാട്ടർ കയ്യിലുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം, ഇല്ല എന്നാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ റോസ് വാട്ടറിൻ്റെ ആ ടേസ്റ്റ് ഇവിടെ അധികം പേർക്കും ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ് ഉണ്ടാക്കിയ ശേഷം ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സിറപ്പ് തണുത്തതായിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു മാവ് നമുക്ക് കൈകൊണ്ട് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ, പക്ഷേ എല്ലാവർക്കും അത് കഴിയണമെന്നില്ല, ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമുക്ക് മാവ് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിൽ കൊള്ളില്ല, അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് അത് റെഡിയായ ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മാത്രം നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഇടുന്നത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈ കൈകൊണ്ട് ഇടുന്നത് ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇനി ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതേപോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ എടുക്കുക. സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു സ്പൂണ് വേണം. ഇതേപോലെ ഒരു കുഴിഞ്ഞ സ്പൂൺ വേണം. നമ്മൾ മെഷറിംഗ് സ്പൂൺ ഉണ്ടല്ലോ, അതെടുത്താലും മതി. ഇതുപോലത്തെ സ്പൂൺ തന്നെ വേണം കേട്ടോ. എന്നിട്ട് ആ ഓയിലിൽ ഈ സ്പൂണ് മുക്കി വെച്ച് അവിടെ ഇരിക്കുക കേട്ടോ. നമ്മൾ ഓരോ തവണ ഈ ബോൾസ് ആക്കിയെടുക്കുമ്പോഴും ഈ സ്പൂണിലേക്കാണ് ആക്കിയെടുക്കുന്നത്, ഞാൻ കാണിക്കാം. അതുപോലെ നമ്മുടെ ഓയിലിൻ്റെ ചൂട്, ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം ഓയിൽ വേണം. പിന്നെ ഓയിലിൻ്റെ ചൂടെന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ലോ ഫ്ലെയിം ആക്കും വേണം കേട്ടോ. അപ്പോൾ സ്പൂണ് ഒന്ന് ഈ ഓയിലിൽ മുക്കിയിട്ട്, ചൂടുള്ള ഓയിലല്ല, നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിട്ട് ഓയിലിൽ മുക്കിയിട്ട് ഈ മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുന്ന സമയത്ത് ഇത് താഴെ കുഴിഞ്ഞു പോകണം, എന്നിട്ട് അത് പൊങ്ങി വരണം. അപ്പോൾ ഓരോ തവണ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുമ്പോഴും ഈ ഓയിലിൽ ഒന്ന് സ്പൂണ് മുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നാലേ നമ്മൾ ആ സ്പൂണിൽ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് സ്പൂണിൽ നിന്ന് പോവുള്ളൂ കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മൈദപ്പൊടി ചേർക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിന് എടുക്കുക. ഞാൻ ഇച്ചിരി കുറഞ്ഞു പോയി, ഞാൻ പറഞ്ഞല്ലോ കാരണം. അപ്പോൾ ഇച്ചിരി കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഈ മാവിൽ ഇങ്ങനെ വാല് പോലെ വരുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഫ്ലെയിം വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം നല്ല ഗോൾഡൻ ആവും, അകത്ത് കുക്കായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എണ്ണ ചൂടായ ശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഏകദേശം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കാം. പക്ഷേ ഇടുന്ന സമയത്ത് ഒരിക്കലും ഫ്ലെയിം കൂടുതലാവാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ ഈ സ്പാറ്റിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം 2 വശം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരി മാറ്റാം. കാരണം നമ്മളിത് 2 തവണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് പുറമേ കുറച്ചൊരു ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഗുലാബ് ജാമിൻ്റെ പോലെയല്ല. അപ്പോൾ നമ്മളിത് 2 തവണ ഫ്രൈ ചെയ്തെടുത്താലേ നമുക്ക് ആ ഒരു വിചാരിച്ച ക്രഞ്ചിനെസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കത് അത്യാവശ്യം കുക്കാവണം കേട്ടോ. ആ സമയത്ത് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാതും ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൈ കൊണ്ട് ഇത് ഈ ഒരു മാവ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ബോൾ ഷേപ്പിൽ തന്നെ വരും. ഇടയ്ക്ക് നമ്മൾ കൈയൊന്ന് നനച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ആദ്യം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സാധാ ഒരു മൈദപ്പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നല്ല, നല്ല ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും എല്ലാം കൂടിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ബാച്ച് ഇട്ട് കൊടുത്ത്, ലാസ്റ്റത്തെ ബാച്ച് ഏകദേശം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലിലേക്ക്. അപ്പോൾ നമ്മൾ 2ാമത്തെ തവണ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്, വല്ലാണ്ട് ഫ്ലെയിം കൂട്ടണ്ട. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു കളറിൽ വരണം നമ്മുടെ ഈ ഒരു ഡംപ്ലിങ്സ്. അപ്പോൾ ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം എല്ലാ ഡംപ്ലിങ്സും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം വീണ്ടും. അപ്പോൾ നമ്മുടെ ഡംപ്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. അത് കഴിക്കാൻ, ഈ ഫ്രൈ ചെയ്തിട്ടുള്ളത് കഴിക്കാൻ ചെറിയൊരു മധുരം ഉണ്ടാവും. പക്ഷേ പലരും പല രീതിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. നമുക്ക് ഷുഗർ സിറപ്പിലിട്ടിട്ട് ഇത് കഴിക്കാം. പിന്നെ നമ്മുടെ ഖജൂർ സിറപ്പ് ഉണ്ടല്ലോ, ഡേറ്റ് സിറപ്പ്,
അത് വെച്ചിട്ടും ഈ ഒരു ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡേറ്റ് സിറപ്പിനേക്കാളും എനിക്കിഷ്ടമായത് ഈ ഷുഗർ സിറപ്പിലിട്ടപ്പോഴാണ്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണത്. ഷുഗർ സിറപ്പ് ഇപ്പം ചൂടൊന്നുമില്ല കേട്ടോ, ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഡംപ്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട്, ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇത് 1 മിനിറ്റിൽ കൂടുതൽ ഇതിലിട്ട് വെക്കരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം തണുത്ത സിറപ്പിലോട്ടാണ് നമ്മൾ ഈ ചൂടുള്ള ഡംപ്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 1 മിനിറ്റ് മാത്രം ഇതിൽ വയ്ക്കുക. എന്നിട്ട് അപ്പം തന്നെ ഇതുപോലെ കോരി മാറ്റുക. സിറപ്പിൽ കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലോപ്പായി പോയിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഡംപ്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലുക്കൈമാത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ പാകം മധുരമായിരിക്കും, അകത്തൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ടാവും. ചിലർക്ക് നല്ല മധുരത്തിൽ കഴിക്കണം എന്നാണെങ്കിൽ സിറപ്പ് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമ്മളത് കഴിക്കുന്ന സമയത്ത് അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്കൈമാത്ത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒരു കിഡിലൻ അറബിക് സ്വീറ്റാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വീറ്റാവും. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ച് നോക്കുക. അതുപോലെ കഴിച്ചവരുണ്ടെങ്കിൽ ഈ റെസിപ്പി അറിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിന് പുറമേ ഒരു ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ അകത്ത് കണ്ടോ നല്ല ജ്യൂസി ആയിട്ട് ഉള്ളൊരു സ്വീറ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സ്വീറ്റിന്. അപ്പോൾ ഇന്ന് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയത് വേറൊരു കാര്യത്തിനായിരുന്നു. അപ്പോൾ അത് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. കാരണം നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. കാരണം ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാനിപ്പം ഇന്ന് വീഡിയോ എടുത്തതും ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫസ്റ്റത്തെ ഒരു ന്യൂസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.